അതിനുവേണ്ടി ഏറ്റവും നമുക്ക് കഷ്ടപ്പെട്ട് നമ്മൾ ജംഷീർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നമുക്ക് വേണ്ടി പ്രിയമുള്ള നാട്ടുകാരെ, ഫുട്ബോൾ പ്രേമികളെ, ഇപ്പോൾ നമ്മുടെ ഈ കാരക്കുന്ന് ഗ്രൗണ്ടിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഇതിന് മുമ്പ് അറിയാലോ. അപ്പോൾ നമ്മുടെ മെമ്പർമാരും അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ നമ്മളെ വൈസ് ചെയർമാൻ യൂനിസ് ബാബു അവർക്കും കൂടെ കൂടിയിട്ടാണ് നമുക്ക് ഇത്രയും ഒരു ഗംഭീരമായ ഒരു ഗ്രൗണ്ട് എന്ന നിലക്ക് നമുക്ക് ഇവിടെ ചെയ്തു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഒറ്റുവയൽ പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു പരന്ന് കിടക്കുന്നൊരു പ്രദേശം ആണ്. അപ്പോൾ ഒരു 4-5 വർഷമായിട്ട് നമുക്കൊരു ഒറ്റുവയലിൻ്റെ പേരിലൊരു ടീം എന്ന് പറയാനില്ല. കാരണം നമ്മളുടെ മാനിമൂല ഗ്രൗണ്ടിൻ്റെ അവസ്ഥ മൂലം ആരും കളിക്കാനും കാര്യങ്ങളൊന്നും ഇല്ലാതെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇനിയെങ്കിലും നമ്മളുടെ ഈ ലീഗ് വെച്ചതിൻ്റെ ഉദ്ദേശം, മെയിൻ കാരണമെന്ന് വെച്ചാൽ, ഈ 4 ഭാഗത്തുള്ള നമ്മളുടെ പ്രദേശത്തുള്ള എല്ലാവരെ കൊണ്ട് കളിപ്പിച്ച് അതിൽ നിന്ന് നല്ലൊരു ടീമിനെ നമ്മൾ കണ്ടെത്തുക. കളിയിലേക്ക് സ്വാഗതം ആശംസിച്ചിട്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി നമുക്ക് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്ത് വൈസ് ചെയർമാൻ യൂനിസ് ബാബു അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചു. ദേശീയ പഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ റംസീന ടീച്ചർ അവർകളെ, അതുപോലെ 5-ാം വാർഡ് മെമ്പർ ജോസേട്ടൻ അവർകളെ, നമ്മുടെ ഗൾഫ് റെപ്രസെൻറ്റേറ്റീവ് സിദ്ദീഖ് ഹാജി, നമ്മുടെ ഒറ്റുവയലിൻ്റെ പഴയ കളിക്കാരനായ നമ്മുടെ മുസ്തഫ, അതുപോലെ ഇബ്രാഹിക്ക, അതുപോലെ നമ്മുടെ എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, അതുപോലെ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരും, സൈബു, അതുപോലെ നമ്മുടെ സൗഖത്താക്ക, എല്ലാവർക്കും ആദ്യം തന്നെ സ്വാഗതം. പിന്നെ നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാവരെയും നമ്മുടെ ഒരു 3-4 മാസം മുമ്പ് ഇങ്ങനെ നമ്മുടെ എല്ലാവരും അഭ്യർത്ഥന മാനിച്ച് ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഇത് ഇത്രത്തോളം സക്സസ് ആവും എന്നുള്ളത് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ നമ്മുടെ 4-ാം വാർഡ് മെമ്പറെടുത്തും അതുപോലെ 5-ാം വാർഡ് മെമ്പറെടുത്തും 6-ാം വാർഡ് മെമ്പറെടുത്തും ഞങ്ങൾ 4 പേരും കൂടിയിരുന്ന് ഇതിന് നമുക്ക് പഴയ രീതിയിലുണ്ടായിരുന്ന ഗ്രൗണ്ട് ഇങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫിനാൻഷ്യലായിട്ട് നമ്മളെ കൊണ്ട് കഴിയില്ല. അപ്പോൾ ഞങ്ങൾ 4 പേരും പാടിരുന്ന് ഞങ്ങളെ 4 പേരുടെയും പങ്കിൽ നിന്ന് 1.5 ദിവസം വെച്ച് 2 ദിവസം JCB ഇങ്ങോട്ട് വർക്കിന് വേണ്ടി കൊണ്ടുവരികയും അതിനുവേണ്ടി ഞങ്ങൾ 4 പേരും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ബോർഡിലുള്ള എല്ലാവരും 18 പേരും അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ എല്ലാവരും പ്രയത്നിച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യഘട്ടമായി ഇവിടെ ഗ്രൗണ്ട് നിർമ്മിക്കുകയും പിന്നെ എല്ലാവർക്കും ഒരു 1-2 മാസം കഴിഞ്ഞു. പിന്നെ 2-ാം പ്രാവശ്യം ഈ ഗ്രൗണ്ട് റീസ്റ്റാർട്ട്, അതായത് നമ്മളിപ്പം ട്രാക്ടറൊക്കെ പിരിച്ച് ട്രാക്ടർ കൊണ്ടുവന്ന് ഇവിടെ പണിയെടുക്കാനുള്ള മെയിൻ കാരണക്കാരിൽ അതിന് എന്തിനേക്കാളും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് ജംഷീറാണ്. കാരണം നമ്മളെ ഗ്രൂപ്പിലും ഇതിനൊക്കെ വേണ്ടിയിട്ട് ജംഷീർ, അതുപോലെ നമ്മുടെ തൊട്ടടുത്ത് സൗഖത്താക്ക, അങ്ങനെ ഒരുപാട് പേരെടുത്ത് പറയുന്നില്ല, അയ്യൂബകളൊന്നുമില്ല, ഒരുപാട് പേര് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് അൽസബാബ് ഫുട്ബോൾ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ 3 ഡിവിഷനും മേഫീൽഡും പോലെ തന്നെ പാടന്തറിനേക്കാളും അല്ലെ പാടന്തറിനൊപ്പം തന്നെ പേരെടുത്ത് പറയപ്പെടുന്ന ഒരു അൽസബാബ് ഫുട്ബോൾ ടീമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. താലൂക്കിൽ തന്നെ നല്ലൊരു ടീമായിരുന്നു. നമ്മളെ പഴയ സാത്താക്ക, ഇല്യാസാക്ക, കുഞ്ഞാക്കാൻ, ഒരുപാട് നല്ല നല്ല പ്ലേയേഴ്സ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ എന്തുകൊണ്ടോ നമ്മുടെ ടീം ഇന്ന് ഗൂഡല്ലൂർ താലൂക്കിൽ തന്നെ ഒരു 20 ടീം എടുത്ത് നോക്കിയാലും അതിന് 20-ാം സ്ഥാനത്തായിരിക്കും എന്നുള്ളത് ഭയങ്കര ഖേദകരമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. കാരണം നമ്മൾ ഒരുപാട് ഫുട്ബോൾ കളിക്ക് കാണാൻ പോകുമ്പോഴും നമ്മളെ കഴിഞ്ഞൊരു 4-5 കൊല്ലമായിട്ട് ഒരു സെക്കൻഡ് റൗണ്ട് പോലും എത്താത്തൊരു സിറ്റുവേഷനാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇടക്ക് എനിക്ക് ഓർമ്മ ശരിയാണ്, പുത്തൂരുവയലിലായിട്ട് ഒരു പ്രാവശ്യം സെക്കൻഡ് റൗണ്ടോ സെമി എന്തോ കളിച്ചു. എൻ്റെ ഓർമ്മ, ഞാൻ ഇപ്പോൾ ഈ 3 കൊല്ലത്തെ ഗൾഫിൽ. അപ്പം നമ്മളെല്ലാവരും ഇതിന് നമ്മുടെ ലീഗിൽ എല്ലാ ഭാഗത്തുള്ളതും, കാരണം ഈ ഒരു ക്ലബ് ഗ്രൗണ്ടിൻ്റെ ഒരു പ്രത്യേകത, അഞ്ചിക്കുന്നും 2-ാം നമ്പറും ഇവിടെ മാണിക്കല്ലാടിയും ഒറ്റുവയലും പാലംവയലും മട്ടും എല്ലാവരെയും സെൻട്രലായിട്ട് ഈക്വലായിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. എല്ലാവർക്കും നമ്മളതെല്ലാമാണെന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും കളിച്ച് ഇതിൽ നിന്ന് നല്ലൊരു ടീമിനെ എടുത്തിട്ട് അതായിരിക്കണം നമ്മുടെ ഒറ്റുവയലിലെ ടോപ്പ് 11 ടീം. അപ്പോൾ ആ ടീം പോയിട്ട് നമുക്ക് നല്ല ട്രോഫികൾ നേടണം എന്നുള്ളതാണ്, അതാണ് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. അതിനുവേണ്ടി എല്ലാവരും പ്രയത്നിക്കുക. പിന്നെ ഈ ടൂർണമെൻറ്റ് മുന്നോടിയായിട്ട് നമ്മളൊരു ചെറിയൊരു കാര്യം പറയേണ്ടത്, ഇത് നമ്മുടെ 6 ടീമുകളാണ്. നമ്മൾ ഒറ്റുവയലിൻ്റെ 8 ടീമുകളാണ്. ഒറ്റുവയലിലെ ചുറ്റിപ്പറ്റിൽ 8 ടീമുകളാണ്. ഇപ്പോൾ ഞാൻ മട്ടൻ ടീം പറയുമ്പോൾ മട്ടൻ ടീം വിജയിക്കുന്നതിൽ ഒരു പേര് ഉണ്ടാവും. ആ ഒരു പേര് ഈ വെള്ള കോർട്ടിൻ്റെ ഉള്ളിലൂടെ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, അതിൻ്റെ പുറത്തേക്ക് അത് പോകാൻ പാടില്ല. അത് ഈ കളി കഴിയുന്നതോടുകൂടി നമ്മൾ വീണ്ടും നമ്മളെല്ലാവരും, പഞ്ചിക്കുന്നാണെങ്കിലും മട്ടാണെങ്കിലും ഒറ്റുവയലാണെങ്കിലും പാലംവയലാണെങ്കിലും നമ്മളെല്ലാവരും ഒറ്റുവയൽ ഏരിയയിലുള്ളവരാണ്. ആ ഒരു ബോധം എല്ലാവർക്കും വേണം. കളിൻ്റെ ഉള്ളിൽ
കളി കാണാൻ വരിക എന്നുള്ളത് അൽഹംദുലില്ലാ അതിൽ തന്നെ സന്തോഷം. ഇപ്പോൾ വീട്ടിലായാലും ശരി നമ്മുടെ ഏരിയയിൽ നമ്മുടെ ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പം എൻ്റെ മോനെ കളിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ദേവശോള ഗ്രൗണ്ടിൽ പോകണം. അപ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ തുടങ്ങി ഇതോടെ നിർത്തരുത്, ഇത് നിങ്ങൾ തന്നെ കൊണ്ടുപോകണം മുന്നോട്ട് ഇനിയും. ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദേവർഷോൾ ഞങ്ങൾ 4 കൗൺസിലർമാർ ഇത് പ്ലാൻ ചെയ്ത കൂടെ, പക്ഷേ ബാക്കി എല്ലാവരും 18 പേരും അതിൻ്റെ സപ്പോർട്ട് ഉണ്ടെന്ന് നമ്മുടെ വൈസ് ചെയർമാൻ പറഞ്ഞത് സത്യമാണ്. കാരണം നിങ്ങളിത് ചെയ്തോന്ന് പറഞ്ഞതിന് കൂടെ എന്തിനു ചെയ്തോന്ന് ചോദിക്കാത്തൊരു ക്വസ്റ്റ്യൻ വരാത്തവർക്ക് നമുക്കത് സപ്പോർട്ട് തന്നെയായിരുന്നു. എന്തായാലും നന്ദി, നമസ്കാരം. ഫുട്ബോൾ പ്രേമികളെ നമ്മൾ വളരെ ഒരുപാട് കഷ്ടപ്പാടുകൾ നമ്മൾ ഈ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെമ്പർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഫോറസ്റ്റ് അധികാരികളുടെ ഭാഗത്തു നിന്നെല്ലാം വളരെ നമ്മുടെ ഈ ഗ്രൗണ്ടിൻ്റെ പണി തുടങ്ങിയ സമയത്ത് ഒക്കെ വളരെ ഒട്ടനവധി നമുക്ക് അനുകൂലമല്ലാത്തൊരു സമീപനം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഈ വാർഡ് മെമ്പർമാർ മുന്നിൽ നിന്നുകൊണ്ട് ഈ നമ്മുടെ ഗ്രൗണ്ട് നമ്മളിപ്പോൾ സ്കൂൾ കുട്ടികളുടെ പരിപാടി വെച്ചപ്പോൾ തന്നെ നമ്മുടെ ഈ ഗ്രൗണ്ട് ഫേമസ് ആയി. ഇപ്പോൾ നമ്മൾ കളികൾ കൂടി വന്നതോടുകൂടി നമ്മുടെ ബഹുമാനപ്പെട്ട തഹസിൽദാർ വന്നിട്ടുണ്ട്. ആർഐ വന്നിട്ടുണ്ട്. ഇവിടെ ആർഐയിൽ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. വന്നിട്ട് അവരെ നമ്മുടെ ഈ ഫുട്ബോൾ ഗ്രൗണ്ടിനോട് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ തുടർന്ന് നമ്മുടെ ഈ പ്രവർത്തനങ്ങളും കളികളെല്ലാം നമ്മുടെ ഈ ഗ്രൗണ്ടിൻ്റെ വളർച്ചയ്ക്ക്, അതേ പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക്, അതുപോലെ തന്നെ നമ്മൾ നല്ല കലാകാരന്മാരെ, നല്ല ഫുട്ബോൾ പ്രേമികളെ നമ്മുടെ ഈ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ട് നമ്മൾ ഒരു വേൾഡിലോട്ട് ജില്ലാ കളിക്കാരായി, സംസ്ഥാന കളിക്കാരായി, സ്റ്റേറ്റ് കളിക്കാരായി, ദേശീയ കളിക്കാരായിട്ട് ഫേമസ് ആയി നമ്മുടെ ഗ്രൗണ്ടിൽ നിന്ന് ഫുട്ബോൾ പ്രേമികൾ, ഫുട്ബോൾ കളിക്കാർ ഉണ്ടാകട്ടെ എന്ന് ஆசமிச்சுக்கொண்டு இந்த வார்த்தை நீங்கள் சிறு அழைப்பினை ஏற்று இங்கே வருகை தந்திருக்கின்ற மதிப்புக்குரிய ஐயா தாசில்தார் அவர்களையும் நமது ஆர்ஐ அவர்களையும் வருக வருக என இந்த கால்பந்தாட்ட குழு சார்பாக வரவேற்று இன்று இங்கே நடைபெற்று கொண்டிருக்கின்ற இந்த கூட்டத்திற்கு தலைமை பொறுப்பேற்றுக் கொண்டிருக்கின்ற நமது ஜம்சீர் அவர்கள் மற்றும் கால்பந்தாட்ட ரசிக பெருமக்களும் இங்கு திரளாக வந்திருக்கிறீர்கள். நமது நாட்டின் ஒரு திருவிழாவாக இந்த விளையாட்டு மாறியிருக்கிறது. ஆகையால் அனைவரும் இந்த விளையாட்டு போட்டியினை கண்டு களித்து சொல்லுமாறும் இங்கே விளையாடக்கூடியிருக்கின்ற இளைஞர்கள் நமது கிராமத்திற்கு பெருமை சேர்க்கும் வகையில் உங்கள் விளையாட்டினை மேம்படுத்த வேண்டும். அதற்காக அரசாங்கம் பலவித நன்மைகளையும் செய்து வருகிறார்கள். அதற்கு ஒத்துழைப்பாக நமது அரசு அதிகாரிகளும் இங்கே வருகை தந்திருக்கிறார்கள். நிச்சயமாக அவர்களிடமிருந்து நமக்கு நல்ல வாய்ப்பினை தருவார்கள் என்ற நம்பிக்கையுடன் இந்த விழாவினை சிறப்பிக்க வருகை தந்திருக்கின்ற ஐயா அவர்கள் இந்த நாடை குறித்து சிறப்போடு அன்போடு அழைக்கிறோம். வணக்கம். சித்ராஜ். நான் இந்த 1 வருஷமாக காஸ்தார வேலை செய்கிறேன். ஃபுட்பாலுங்கிறது வந்து உலகளவில் ஒரு முதன்மையான விளையாட்டு. இந்த விளையாட்டு போட்டி என்பது சிறு வயசுலேருந்தே விளையாடி பழகினா தான் பழக முடியும். திடீர்னு ஒரு 20 வயசில் வந்து இந்த விளையாட்டு பழகினா வராது. அதனால் வந்து நம்ம உலக அளவில் வந்து பீலே, அப்புறம் அது முடிஞ்சால் மரடோனா, அப்புறம் இப்போது ரீசெண்டாக மெஸ்ஸி, நெய்மர், அப்புறம் இந்த மொராக்கோ தான் இந்த டைம் நல்லா விளையாண்டுச்சு இல்லையா? எல்லாம் எதிர்பார்த்தோம் இல்லையா மொராக்கோ டீம் வந்துடும்னு. நிறையா திறமையானவங்களும் இருந்தாங்க. நம்ம நாட்டிலேயும் திறமையானவங்க இருந்திருக்காங்க. 1955-52 வெறுங்கால விளாடும்போது இந்தியா விளாண்டுருக்கு உலகக்கோப்பையில் விளாண்டுருக்கு. ஆனால் அது யாரும் முன்னெடுத்து செல்லலை. அப்போது நம்ம இந்த கூடலூர் பகுதியில் வந்து நிறையா ஃபுட்பால் பிரேமிகள்னு சொன்னால் கால்பந்தாட்டம் ரசிகர்களும் கால்பந்தாட்டம் விளையாடக்கூடிய மாணவர்களும் இளைஞர்களும் இருக்கோம். நம்ம கூடலூர் வட்டம், அந்த கூடலூர் பகுதியிலேருந்து நம்ம இந்தியா டீமுக்காக ஒரு தேர்வானால் அது நம்ம கூடலூர் பகுதியில் அத்தனை பேருக்குமே ஒரு சிறப்பும் பாராட்டும் ஒரு பெருமை மிக்க விஷயமாகும். அப்போ இன்னிலிருந்து இங்கே தொடங்குறீங்க. இந்த விஷயத்தில் வந்து பங்கெடுத்ததுக்கு நான் மகிழ்ச்சி அடைகிறேன்.
நம்ம ஊரில் வந்து கண்டிப்பாக ஒரு ஆள் 1-2 பேர் இல்லை, நிறைய பேர் வந்து ஸ்டேட்லேயும் நேஷ்னல்லையும் இன்டர்நேஷ்னல் லெவல்லையும் விளையாடுவீங்கன்னு ஒரு நம்பிக்கை இருக்கு. இதான் சிறப்பாக ஏற்பாடு செய்த பெரியவர்கள், ஊர் பொதுமக்கள், இளைஞர்கள், குட்டீஸ் எல்லாத்துக்குமே என்று பாராட்டுகள். ഞാൻ മാറിക്കണം, മുന്നൊന്ന് മാറി. அடுத்தபடியாக பொன்னாடை போத்தி அவர்களை கௌரவிக்கிறார். முதலாக நமது தாசில்தார் அவர்களுக்கு திரு யூனுஸ் பாபு அவர்கள் பொன்னாடை போத்தி கௌரவிக்கிறார்கள். நல்லா ஒரு வைஸ் சேர்மன் கிடைச்சிருக்காங்க. அடுத்ததாக நமது ஆரை மேடத்துக்கு நமது ஜம்சீர் அவர்கள் பொன்னாடை அடுத்ததாக ரம்சீனா டீச்சர் அவர்கள் கருவள்ளி ஷவுகத் அவர்கள். அடுத்ததாக ஜோசட்டன் அவர்களுக்கு ரதீஷ் When I get older, I will be stronger. They'll call me freedom, just like a waving flag. I will be stronger, they'll call me freedom, just like a waving flag. When I get older, I will be stronger, they'll call me freedom, just like a I will be stronger, they'll call me freedom, just like a waving flag. When I get older, I will be stronger, they'll call me freedom, just like a waving flag. നിങ്ങൾക്ക് തട്ടി തരും, നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. എന്നാ ഇവിടുന്ന് സെന്ററിന്ന് മൂപ്പരെ കൊണ്ട് തട്ടിച്ചാൽ മതി. അത് മതി, സെന്ററിനാണ് ടച്ച്. അടയാളം വെച്ചിട്ടാണ് പറഞ്ഞു കളിക്കടാ കോച്ചിപ്ര അടിച്ചൊരു
ബാക്ക് കൂടെ ബാക്ക് കൂടെ അതാ ചവിട്ടിപ്പൊടി ചവിട്ടി തട്ടിക്കൊടു ആ പോസ്റ്റിങ് നീട്ടേറി ആ കൂട്ടറാ 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 കിട്ടിയടാ കേറാ അടിയടാ അടിയടാ ക്രോസ് ക്രോസ് ലാസ്റ്റ് നോ എടാ സൊഫാൻ കൊടുക്ക് സൊഫാൻ കൊടുക്ക് സൊഫാൻ ബാക്ക് അടിച്ച ബാക്ക് കൂടെ ഐബോൾ കൊടുക്ക് ഐബോൾ കൊടുക്ക് ആന ഓ സൂപ്പർ